വെൽക്കം ടു ഓട്ടോസ്റ്റാർക്ക്. ഇന്ന് റിസ്റ്റോറേഷനെ കുറിച്ചാണ് കൂടുതലും ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ റിസ്റ്റോറേഷനായിട്ട് തിരഞ്ഞെടുത്തതും റിസ്റ്റോറേഷൻ പൂർത്തീകരിച്ചതുമായ വാഹനം ഫിയറ്റ് പത്മിനിയാണ്. ഫിയറ്റ് പത്മിനി ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്, ആരും അറിയാത്തതായിട്ടുണ്ടായിരിക്കില്ല. ഫിയറ്റ് പത്മിനിയെ കുറിച്ച് ഒരു 1970 തൊട്ട് ഒരു 2000 കാലഘട്ടം വരെയാണ് ഈ വാഹനം ഇന്ത്യൻ നിരത്തുകളിൽ വളരെയധികം കണ്ടുകൊണ്ടിരുന്നിരുന്നത്. നമ്മളിന്ന് പറയാൻ പോകുന്ന വാഹനം 89 മോഡലാണ്. 89 മോഡൽ വാഹനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആ വാഹനമാണ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്ത് ഈ ഒരു പുതിയ വാഹനം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പത്മിനിയെ കുറിച്ച് കൂടുതലൊന്നും ഞാനധികം പറയേണ്ടതായിട്ടില്ല. ഒരുവിധം എല്ലാവർക്കും ഫിയറ്റ് പത്മിനിയെ കുറിച്ച് അറിയാവുന്നതാണ്. ആ വാഹനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പഴയ രൂപത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു റീസ്റ്റോറേഷൻ വാഹനം ഒരു കസ്റ്റമർ റീസ്റ്റോറേഷനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കസ്റ്റമറുടെ മനസ്സിലുണ്ടാകുന്ന പല പ്രധാന പ്രശ്നങ്ങളും പെയിൻറ്റിങ്ങും ഇൻറ്റീരിയർ വർക്കും ബോഡി വർക്കും അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്കും എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ ചെയ്തു തീർക്കണമെന്നുള്ളതാണ് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നുണ്ടാവുക. മുൻകാലങ്ങളിൽ പല കസ്റ്റമേഴ്സും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. മുഴുവൻ വർക്കുകളും ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങൾ, ബോഡി വർക്കും ഒരു സ്ഥലത്ത് ചെയ്യേണ്ടി വരിക, പെയിൻറ്റിങ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരിക, ഇൻറ്റീരിയർ വേറൊരു സ്ഥലത്ത് ചെയ്യേണ്ടി വരിക. എന്നാൽ ഓട്ടോസ്റ്റാർക്ക് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഓട്ടോസ്റ്റാർക്കിൽ ഈ പറഞ്ഞ എല്ലാ വർക്കുകളും നമ്മൾ ഒരുമിച്ച് ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കസ്റ്റമർ നമുക്കൊരു റീസ്റ്റോറേഷനായിട്ട് ഒരു വാഹനം നമ്മളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ എല്ലാ വർക്കുകളും, ഉദാഹരണത്തിന് ബോഡിയിലുള്ള തകരാറുകൾ ഈ റീസ്റ്റോറേഷൻ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ശ്രമകരമായൊരു വർക്കാണ്. അതായത് അതിൻ്റെ പല ഭാഗങ്ങളും തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവുന്നുണ്ട് നമുക്ക് കിട്ടുന്ന വാഹനങ്ങളിൽ. കൂടുതൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ പാനലുകൾ പൂർണ്ണമായും തുരുമ്പ് പിടിച്ച് നഷ്ടപ്പെട്ടു പോവുക, വാഹനത്തിൻ്റെ റണ്ണിങ് ബോർഡ് അങ്ങനെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോവുക, ഡോറുകളിൽ ഹോള് വീഴുക, അതുപോലെ തന്നെ ബോണറ്റ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ വീലാർച്ചിൻ്റെ ഭാഗം പൂർണ്ണമായി നശിച്ചു പോവുക. ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും ഒരു റീസ്റ്റോറേഷൻ സംബന്ധമായിട്ടുള്ള വളരെയധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളാണ്. പലരും അത് എന്ത് ചെയ്യുമെന്നറിയാതെ കുറച്ച് ആളുകൾ അത് ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വാഹനങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടി തന്നെയാണ് നമുക്കും ലഭിച്ചുകൊണ്ടിരുന്നിരുന്നത്. അത്തരത്തിലുള്ള ഒരു വാഹനം തന്നെയായിരുന്നു ഇത്. അതിന് നമുക്ക് വളരെയധികം സൊല്യൂഷനുകളുണ്ട്. നമ്മൾ തന്നെ ബോഡി പാർട്സുകൾ റീക്രിയേറ്റ് ചെയ്ത്, അതായത് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ബോഡി പാർട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും 50-60 വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ബോഡി പാർട്സ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പുതിയത് വാങ്ങിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ലഭിക്കാൻ തന്നെ സാധ്യതയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം, ഓട്ടോസ്റ്റാർക്ക് ടീം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൃത്യമായ ഷേപ്പിൽ ആ വാഹനത്തിന് ആവശ്യമായ ബോഡി മെറ്റൽ ഷീറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൃത്യമായിട്ട് അതേത് ഭാഗത്തേക്കാണോ ആവശ്യം, ഉദാഹരണത്തിന് റണ്ണിങ് ബോർഡിനാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഷീറ്റ് കട്ട് ചെയ്ത് ആ അളവിൽ മോൾഡിങ് ചെയ്ത് ആ ഭാഗത്ത് ഫിക്സ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ടുള്ള വർക്കുകൾ വരെ നമ്മൾ ബോഡി വർക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നതാണ്. മെക്കാനിക്കൽ വർക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ലഭിക്കാത്ത പാർട്സുകൾ നമ്മൾ അത്ര കൃത്യമായി അറേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്നും ചിലപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും വരെ നമുക്ക് വരുത്തേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും അത് അവിടെ നിന്നെല്ലാം അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വാഹനത്തിലും ചെയ്തു കൊടുത്തിട്ടുള്ളത്. വളരെയധികം എളുപ്പം നശിച്ചു പോകുന്ന അല്ലെങ്കിൽ കേടുവന്നു പോകുന്ന ഒരു ഭാഗമാണ് ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ അപ്പോൾസ്റ്ററി. അത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പുതിയ സീറ്റുകൾ കിട്ടാനാണെങ്കിലും അത് റീവർക്ക് ചെയ്യാനാണെങ്കിലും. പക്ഷേ നമ്മൾ ഓട്ടോസ്റ്റാർക്ക് ടീം അത് വളരെ ശ്രമകരമായി എളുപ്പത്തിൽ തന്നെ ഇൻറ്റീരിയർ വർക്ക് റീസ്റ്റോർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ ഒരു പഴയ ഒരു റീസ്റ്റോറേഷൻ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം
അതിൻ്റെ എക്സ്റ്റീരിയറിൽ വരുന്ന ഓർണമെൻറ്റ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം പഴയ വാഹനങ്ങളിൽ വളരെയധികം ക്രോം പാർട്ടിക്കിൾസ്, എക്സ്റ്റീരിയർ ഓർണമെൻറ്റ്സ് കുറേയധികം ഉപയോഗിച്ചിരുന്നു. എന്നാൽ നമ്മൾ അത്തരത്തിലുള്ള എല്ലാ പാർട്സുകളും കൃത്യമായി അതിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് വരുത്തി ചെയ്തു കൊടുക്കുന്നതാണ്. ഈ പറഞ്ഞ ഇപ്പം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ള ഈ 1989 മോഡൽ ഫിയറ്റിനും നമുക്ക് അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഞങ്ങൾക്ക് നേരിട്ടിരുന്നു. എന്നാൽ കസ്റ്റമർക്ക് യാതൊരു ബുദ്ധിമുട്ടും നേരിടാത്ത സാഹചര്യത്തിൽ അത്തരം രീതിയിൽ തന്നെ നമ്മുടെ ഓട്ടോസ്റ്റാർക്കിലുള്ള പാർട്സ് ടീം അത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ വാഹനത്തിൻ്റെ വർക്ക് എക്സ്റ്റീരിയറിലുള്ളത് നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഓർണമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ഉദാഹരണത്തിന് മിറർ, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന് ചുറ്റും വരുന്ന ക്രോം റൗണ്ടുകൾ, വീലിൽ വരുന്ന ഫ്ലാപ്സ്, അതുപോലെ തന്നെ വീൽ കപ്പുകൾ, ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ്ലൈറ്റ്, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ വളരെ ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന്. എന്നാൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടും പരിശ്രമിച്ചിട്ടാണ് നമ്മുടെ ടീം അത് പൂർത്തീകരിച്ച് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ബോഡി ഷോപ്പ് ടീം എല്ലാ അർത്ഥത്തിലും എക്യുപ്ഡാണ്. നൂതനമായ പല എക്യുപ്മെൻറ്റ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പല വാഹനങ്ങളും പൂർത്തീകരിക്കുന്നത്. നമ്മൾ ഈ വാഹനം റീസ്റ്റോർ ചെയ്യുന്നതിനും അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ തന്നെയാണ് നമ്മൾ ഇതൊരു പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്. നമുക്ക് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നത്, വാഹനങ്ങളുടെ അലൈൻമെൻറ്റ്, നഷ്ടപ്പെട്ട അലൈൻമെൻറ്റ് നമുക്ക് വീണ്ടും പഴയ രീതിയിൽ തന്നെ കിട്ടുന്നതിനായിട്ട് നമുക്ക് കാർബോ ലെയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് സുപരിചിതമാവും, എന്നാൽ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാർബോ ലെയർ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് നമ്മൾ സഹായിക്കുന്നുണ്ട്. അതിൽ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ മിഗ് വെൽഡിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മിഗ് വെൽഡിങ്ങിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പല ഭാഗങ്ങളും കൂട്ടിച്ചേർക്കുന്നതും അതുപോലെ തന്നെ ഉറപ്പിക്കുന്നതും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് രണ്ടാമതും അത് കുറേ കാലങ്ങളോട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള വളരെ ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ബോഡി ഷോപ്പ് ടീം ഓരോ വാഹനവും റീസ്റ്റോറേഷൻ ചെയ്യുന്നതും കൃത്യതയാർന്ന രീതിയിൽ ആ വർക്ക് പൂർത്തീകരിക്കുന്നതും. പെയിൻറ്റിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ വാഹനം നമ്മൾ റിസീവ് ചെയ്തതിന് ശേഷം ഇതിലുണ്ടായിരുന്ന ആ വൈറ്റ് കളർ പെയിൻറ്റ് നമ്മൾ പൂർണ്ണമായും റിമൂവ് ചെയ്ത് ബോഡി കണ്ടീഷൻ മുഴുവനുമായിട്ട് അനലൈസ് ചെയ്ത് അത് റീക്രിയേറ്റ് ചെയ്ത് അതിൽ വരുന്ന പാകപ്പിഴവുകൾ, അതായത് ഉദാഹരണത്തിന് അതിൻ്റെ ഡോറിൻ്റെ അലൈൻമെൻറ്റുകൾ, ബോണറ്റിൻ്റെ അലൈൻമെൻറ്റ്, ഇതെല്ലാം ഇത്രയും ഏജിങ് ആയ വാഹനത്തിൻ്റെ നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഈ വാഹനത്തിന് അങ്ങനെ തന്നെ സംഭവിച്ചിരുന്നു, നഷ്ടപ്പെട്ടിരുന്നു യഥാർത്ഥത്തിൽ. അതൊക്കെ വളരെയധികം കൃത്യമായി നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് ഡോറിൻ്റെ പല ഭാഗങ്ങളും തുരുമ്പിടിച്ച് പോയിരുന്ന സാഹചര്യമായിരുന്നു. ഇതെല്ലാം പഴയ പോലെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ച് രണ്ടാമതും ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് പെയിൻറ്റിങ് സെക്ഷനിലേക്ക് തിരിയുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പെയിൻറ്റിങ് നമ്മൾ പൂർത്തീകരിച്ചത്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് റിട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെയിൻ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ജുവൽ പർപ്പിൾ എന്നുള്ള കളറാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇനി അടുത്തത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെക്കാനിക്കൽ വർക്കുകൾ നമ്മൾ പൂർണ്ണമായി ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്സുകളുടെ ലഭ്യത കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളത് വളരെ കൃത്യമായി തന്നെ അറേഞ്ച് ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് ഫിറ്റ്മെൻറ്റ് ചെയ്ത് വണ്ടി പഴയ കണ്ടീഷനിൽ, അതായത് ഈ വാഹനം ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു റോഡുകളിൽ ഓടിയിരുന്നത് അതേ കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും ഈ വണ്ടി ഉള്ളത്. ആ കണ്ടീഷനിലേക്ക് നമ്മൾ ആക്കി കൊണ്ടുവരികയായിരുന്നു. അതിൻ്റെ പാർട്സുകളെല്ലാം കൃത്യമായി തന്നെ വെച്ച് ഉറപ്പിച്ച് എല്ലാ കമ്പോണൻസും ഈ വാഹനം വാങ്ങുമ്പോൾ എങ്ങനെയാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നത് അതുപോലെ തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നതാണ്. ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കമ്പോണൻസും കൃത്യമായി വാഹനം വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ